കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അതെ, സ്വാഗതം. നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ്. കുറെ നാളായിട്ട് ഞാൻ വീട്ടിൽ മേടിക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒരു സാധനമാണ്. അതിനെപ്പറ്റി ആകെ ഒരു വീഡിയോ മാത്രം യൂട്യൂബിൽ ഞാൻ കണ്ടുള്ളൂ നോക്കിയിട്ട്, അല്ലേ? അപ്പൊ അതെങ്ങനെയാണോ വെക്കുന്നതെന്ന് ഒന്നും അറിയാൻ അത് നമുക്ക് എങ്ങനെ വെക്കണേന്നൊന്നും അറിയാൻ പാടില്ല. എന്നാലും നമുക്ക് കിട്ടിയ ഒരു ചെറിയ ഐഡിയയുടെ പുറത്ത് നമ്മളത് വെക്കണേണ്. യൂട്യൂബിനും നാട്ടുകാർക്കും എല്ലാവർക്കും വെറൈറ്റി സാധനമാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മള് വെറൈറ്റി സാധനമായിട്ടാണ് കൊണ്ടുവന്നേക്കണത്. വെറൈറ്റി ഒരു ഐറ്റമാണ് കുക്ക് ചെയ്യാൻ പോണെന്ന്. പോത്തിന്റെ വാല്. അതെ, ഇറച്ചിക്കടയില് എപ്പോ ചെന്നാലും പോത്തിന്റെ വാലുണ്ടാവും. അപ്പൊ നമുക്കറിയാൻ പാടില്ല ഇത് എന്ത് ചെയ്യാനാണെന്ന്. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ വേറൊരു വീഡിയോയില് കണ്ട് ഇത് കപ്പിട്ടൊക്കെ വെക്കണത്. അപ്പൊ ഞാൻ ഓർത്ത് തന്ന ഇത് കപ്പിട്ട് വെച്ചോളാന്നോർത്ത്. അപ്പൊ നമ്മള് ആ സംഭവം മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യണത്. വെറൈറ്റി സാധനമാണ് കൊണ്ടുവന്നേക്കണത്. കടാ, ഇതാണ് പോത്തിന്റെ വാലെന്ന് പറയണത്. ഇത് സൂപ്പിട്ട് കുടിക്കാനും പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധനം പൊളിയാണ്. അപ്പൊ ഈ സംഭവം ഇന്ന് ബീഫ് മേടിക്കാൻ പോയപ്പോ അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് മേടിച്ച്. അപ്പോ ഇതിന് കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്കിത് കപ്പ കൂട്ടി അടിക്കേണ്ടതാണ് ഇന്ന്. അപ്പൊ ഇതപ്പോ പൊളിച്ചെടുക്കാം. പോത്തിന്റെ വാലപ്പോ മുറിക്കനാണ്. ഇത് സിമ്പിളാന്ന് വിചാരിച്ചാണ് മുറിക്കാതെ കൊണ്ടുവന്നത് വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷെ ഇത് നല്ല പാടാണ്. നമ്മൾ അത്യാവശ്യം കുറച്ച് വലിയൊരു കത്തി വെച്ചാണ് മുറിക്കണത്. പിന്നെ മരത്തിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു. പച്ചക്കറി അരിയണതാണ്, അതിൽ വെച്ചാൽ മുറിക്കണത്. നല്ല പാടാണ്. അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ കഴുകി വെച്ച പോത്തിന്റെ വാല്. നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ഇടാം. നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ സംഭവം. നമ്മളിപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ഇടാം. പിന്നെ വേപ്പില, മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്ത്, ചെറിയ സ്പൂണാണ് നമ്മുടെ, അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ഇടാം പാകത്തിന്. ഉപ്പ് നമ്മൾ ഇപ്പോൾ അത്യാവശ്യം ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്യുമ്പോൾ ബാക്കി ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ഇടാം. ഇപ്പോൾ ഒരു സ്പൂൺ ഇടുന്നുണ്ട്. നമ്മുടെ മസാലയും കൂടെ ഇടണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു സ്പൂണോളം മസാലപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കാം. ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല. ഇറച്ചി വെന്ത് വരുമ്പോൾ അതിൻ്റെ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കുക്കർ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കർ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ വെള്ളം കുറവാണ്. പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമ്മളൊന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ കേട്ടോ. പിന്നെ നമുക്ക് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട്. വെള്ളം കുറവായിരുന്നു നമ്മൾ തുറന്നു നോക്കിയപ്പോഴേ. അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇറച്ചിയപ്പം വെന്തിട്ടുണ്ട്. നമുക്കപ്പോൾ അത് നോക്കാം. നല്ല പാകത്തിന് എല്ലും ഇറച്ചിയും വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി സവാളയും മസാലയൊക്കെ മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചട്ടിയപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട്. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് സവാള അരിഞ്ഞ് വെച്ചേക്കണം ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും നേരത്തെ അരിഞ്ഞതിൻ്റെ ബാക്കിയായിരുന്നു, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
നമുക്ക് സവാള പെട്ടെന്നൊന്ന് മൂത്ത് വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടതായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാലയൊക്കെ ആഡ് ചെയ്യാം. ആദ്യമേ മുളക് പൊടി ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ടത് 1 സ്പൂൺ. പിന്നെ കുറച്ച് ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് കുരുമുളക് പൊടിയും നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാല ഇപ്പം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മസാലയുടെ അരപ്പ് ഇപ്പം നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച പോത്തിൻ്റെ വാല് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവി കിടന്നിട്ട് ഈ ഇറച്ചി നല്ലോണം ഒന്ന് തിളക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ കപ്പ ഇടുന്നുള്ളൂ. കപ്പ ഉണ്ടാക്കിയതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അതെല്ലാവർക്കും അറിയണ പോലെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് കപ്പ ഉണ്ടാക്കിയത്. ഇപ്പം ഇറച്ചി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് കപ്പ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതോടുകൂടെ നമ്മുടെ പരിപാടി തീർന്ന്. പിന്നെ അങ്ങോട്ട് ടേസ്റ്റ് നോക്കിയാൽ മതി സംഭവം. അപ്പൊ നമ്മുടെ കപ്പയും പോത്തിന്റെ വാലും സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പൊ ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പീസാണ്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. അടിപൊളിയാണ് സാധനം. പിന്നെ ഈ പോത്തിന്റെ പാല് മേടിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വീട്ടിൽ വന്നിട്ട് പീസാക്കാൻ നോക്കരുത്, കടയിൽ നിന്ന് തന്നെ പീസാക്കി മേടിച്ചിട്ടുണ്ടോ ഗൈസ്. അപ്പൊ ഞങ്ങള് കപ്പയും പോത്തിന്റെ പാലും കഴിച്ചു കഴിഞ്ഞു. സാധനം അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നെയ്യുണ്ട്, നല്ല നെയ്യാണ്. മാളുവിന്റെ വീട് കോട്ടയത്താണല്ലോ. അപ്പൊ അവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലും കപ്പയും ഇറച്ചിയും കപ്പയൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കപ്പ ബിരിയാണിയൊക്കെ ഭയങ്കര പോപ്പുലർ ആണ്. ഇവര് വീട്ടിലുണ്ടാക്കണം. കടകളിലൊക്കെ എല്ലാ കടകളിലും തന്നെ ഹോട്ടലിൽ കിട്ടുന്ന സാധനമാണ്. മാളിപ്പൊ കുറെ കടയിൽ നിന്നും സംഭവം വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇവള് പറയണത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതിനാണ് ടേസ്റ്റ് എന്നാണ്. അത്രയും ടേസ്റ്റ് കഴിച്ചിട്ടില്ല അല്ലേ? അതാണ് സംഭവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലിലും ഒരുപാട് നെയ്യുണ്ട്. അപ്പൊ നമ്മള് നെയ്യൊന്നും ഊറ്റി കളയാതെയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊളസ്ട്രോൾ ഉള്ളവർക്കൊന്നും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യണില്ല, ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറയണില്ല. നല്ല നെയ്യുണ്ട് അത്യാവശ്യം. സാധാ ബീഫ് കഴിക്കണ പോലെ അല്ല, അതിനുള്ള നെയ്യുണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവം ഉണ്ടാക്കണമെന്ന് വിചാരിക്കണ ആഗ്രഹമുള്ള ആൾക്കാർ കടയിൽ നിന്ന് തന്നെ പീസാക്കി കൊണ്ടുവരേണ്ടതാണ് അനുഭവം. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പീസാക്കാതെ കൊണ്ടുവന്ന്. പക്ഷെ ഇവിടെ ഒരു വലിയ കത്തി ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ മുറിക്കാന്നാ വിചാരിച്ചത്. അതിന് മുറിക്കാൻ നോക്കിയാലും പറ്റിയില്ല. കുറച്ച് ഭാഗമൊക്കെ നമ്മൾ കളയേണ്ട വന്നു. വലിയൊന്നും മുറിക്കാൻ പറ്റില്ല. പിന്നെ കൈയും കുറച്ച് പൊട്ടിവിടെ. അപ്പോ പീസാക്കി തന്നെ കൊണ്ടുവരാറില്ല. പിന്നെ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാളൂട്ടിയാണ് എടുത്തത്. മാളു എടുത്ത് നശിപ്പിച്ചിട്ടുണ്ട്. മാളു എടുത്ത് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്റെ തലയുടെ ഇത്ര ഉള്ളു. പിന്നെ ഫുഡ് ഇത് കപ്പയുടെ സാധനം ഇറച്ചിയും കഴിക്കണതിന്റെ പ്ലേറ്റ് ഒരു തുള്ളിയെ കാണുന്നുള്ളു. മാളു കറക്റ്റായിട്ട് ആംഗിൾ നോക്കാതെ, ക്യാമറമാനൊന്നുമല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷമിച്ച് അങ്ങനത്തെ രീതിയിലെടുത്ത് കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഉണ്ടാക്കി കഴിച്ചത്. ഇന്നലെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ആൾക്കാർ കേട്ടിട്ട് അതിന്റെ പേരില് എന്താ വെച്ചാൽ പിന്നെ കഴിച്ചില്ല. പിന്നെ വീഡിയോ എടുത്ത് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോ സംഭവം അടിപൊളിയാണ്. പിന്നെ നമ്മള് വീഡിയോ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി അല്ലെങ്കിൽ നമ്മള് വീക്ക്ലി നമ്മള് വീഡിയോ ഒന്നും ചെയ്യാത്തന്ന് വെച്ച് കഴിഞ്ഞാൽ, മാളമായിട്ട് ഹോസ്പിറ്റലിലെ ചെക്കപ്പിനും പിന്നെ സ്കാനിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കണാണ്. അപ്പൊ തിരക്കാണ്. പിന്നെ ടൈം കിട്ടണില്ല. ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കണായിരുന്നു. അപ്പൊ നമുക്ക് തിരക്കായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാത്തത്. പിന്നെ നമ്മൾ പറ്റുന്ന പോലെ ഷോർട്സ് യൂട്യൂബിൽ ചെയ്യേണ്ട. ചെറുതൊക്കെ വളിപ്പാണ്, എന്നാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. ഈ പോത്തിന്റെ പാൽ അടിപൊളി സംഭവമാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ റേറ്റ് നോക്കണാണെങ്കിലും ബീഫിന് ഇപ്പൊ 360 ഒക്കെ കൊടുക്കുന്ന സമയത്തും ഇതില് 150 ഒക്കെ ഉള്ള കിലോന് റേറ്റ് വന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓവറായിട്ട് ഇറച്ചിയൊന്നും പ്രതീക്ഷിക്കരുത്, അതിന് വാലാണല്ലോ. എന്നാലും ഇറച്ചി ഒരു ഇത്തിരി കുറച്ചൊക്കെ ഇറച്ചിയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാണ്. എല്ല് ചെറിയ പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റും. അല്ലാതെ വലിയ പീസാണെങ്കിൽ പറ്റത്തില്ല. എല്ലാണെങ്കിൽ വാലാണെങ്കിലും നല്ല കട്ടിയുള്ള എല്ല് തന്നെയാണ്. ടേസ്റ്റ് സംഭവമാണ്, അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണതാണ്. ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ ടാറ്റാ.